അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണല്ലേ? അതെ, നമ്മൾ നമ്മുടെ നാട്ടിലൊന്നല്ല നിൽക്കുന്നത്, കൊണ്ടോട്ടി, അതായത് നമ്മൾ AMS സ്കൂൾ അൽഫലാഹ് സ്കൂളിലാണുള്ളത്, കാടപ്പടി. അപ്പോൾ ഇവിടെ ചെറിയ പ്രോഗ്രാം ഉണ്ട്. എന്താണെന്നല്ലേ, അത് നിങ്ങൾ കണ്ടു നോക്കി. പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷനൊക്കെ ഞാനായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ചെറുതായിട്ട് കിട്ടിക്കുന്നു. ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഇവിടെ ഉള്ള പരിപാടി എന്ന്. പോയോക്കാം. ഉദ്ഘാടനം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നോക്കിയേക്കാം, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ഗൈസ്, അല്ല ഇതെന്താ ഉള്ളത് ഇവിടെ? എന്താ ഉള്ളത്? ഏതൊക്കെ ചായ ഉള്ളത്? അപ്പൊ ഗൈസ്, നമ്മളെ സ്കൂളില് കുട്ടിച്ചാന്തയാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിതൊക്കെ പൈസ, ഇതെന്താ ചായ എത്ര പൈസ? മോളെ ചായക്ക് എത്ര? 10. അപ്പൊ എല്ലാ സ്നാക്സുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ മൊത്തം കാണാം. ഞങ്ങളിപ്പോ വരാം കേട്ടോ, അതൊക്കെ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട്. ചിക്കൻ ഉണ്ട് ഇതില്, ചിക്കൻ ഉണ്ട് ഇതില്. ഇതിന് എത്ര പൈസ? 80 ഉറുപ്പ്യ. ഇതുണ്ടാക്കിയതാ അല്ലേ? ഉമ്മച്ചി ഉണ്ടാക്കിയതാ? ഇതെന്ത് മതോത്ത? ഞെട്ടിക്കൽ മതോത്ത? നെട്ടോ? അല്ല, അതൊക്കെ വിൽക്കാനാ? മുരിങ്ങൻ്റെ ഇല ഉണ്ടോ? മുരിങ്ങൻ്റെ ഇലക്ക് എത്ര? 20 ഉറുപ്പ്യ ഒരു കെട്ടിനാ? ഹലുവ ഉണ്ടോ? ഹലുവക്ക് എത്ര? 3 ഉറുപ്പ്യ. ഓഫറുണ്ടോ? ഇതെന്താ ഇതെത്ര? 3 ഉറുപ്പ്യ. ഡിസ്കൗണ്ട് തരുമോ? വില കുറച്ച് തരുമോ? 2 ഉറുപ്പ്യക്ക് തരുമോ? ഇത് 2 ഉറുപ്പ്യക്ക് വാങ്ങിയത്? ബിസിയാണ്, ഓള് തിരക്കിലാണ്. 1 ഉറുപ്പ്യ ഉള്ളൂ. അമ്മ ഒരു കറുത്തലി കാട്ട് 1 ഉറുപ്പ്യക്ക്. കവറൊക്കെ ഉണ്ട് കജ്ജമ്മേ, മാഷാ അല്ലാ. കറുപ്പ് 1 മതി. അത് മതി. ഇപ്പൊ റെഡിയായോ? എന്നാ ഇത് പൊടി, ഇത് കൈ പൊടി. ഇപ്പൊ റെഡിയായോ? ആയോ? മൂള് കഴിഞ്ഞില്ലേ? കച്ചവടമായില്ല. എന്താണ് ഇതിലെന്താ ഉള്ളത്? ഇതില് ഉപ്പിലിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പൈനാപ്പിള്, നെല്ലിക്ക. ഇതിനെത്ര ഇതിന്? 5. ഇപ്പൊ ഗൈസ്, ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഫുള്ള് വിലക്കാണ്ടോ അതോ വിൽക്കുന്നത്? പുഡിങ്ങോ? എന്ത് പുഡിങ്ങോ? ഇതെത്ര? 10. പാലപ്പൊടി, ചക്കപ്പൊടി, തേങ്ങാപ്പൊടി. ഇപ്പോഴാണ് ഒരു വിശിഷ്ട അതിഥി നമ്മൾ കാണുന്നത്. ആള് മാത്രല്ല, വേറെ ആളും കൂടി ഉണ്ട്, വിശിഷ്ട കൂടി ഉണ്ട്. എന്താ വർത്താനം? സുഖല്ലേ?
ബന്നോളി മാറ്റിയോളി നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കട്ടോ. ശരിയായിട്ട് നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പുഡിങ് തായോ ഇതല്ല ഫോണ് തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതെത്ര എത്ര പൈസ? 5 പൈസ വെച്ചോ. ഒരു ഇങ്ങോട്ട് അടുത്ത സ്പോട്ടിൽ നമ്മൾ എത്തിക്കുകയാണ് കേട്ടോ. എന്താ പേര്? ഷാസിൻ. ഷാസിൻ എന്താ കഴിക്കാനുള്ള എന്താ ഓറഞ്ച് തന്നോളൂ. പിന്നെ ഉണ്ണിയപ്പം ഇതെന്താ? ഇറച്ചിപ്പത്തി രൂപ. സമൂസ ചിക്കനാ? ഇതിനെത്ര? 5. കേട്ടോ എനിക്കൊന്നാട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ കേട്ടോ. പൈസ തരാം. അല്ല പൈസ തരും. രസം ഉണ്ടല്ലോ പൈസ തരാം. കഴിച്ചോ അതാരുണ്ടാക്കി? എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു മൊബൈൽ ഫോൺ വീട് കിട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നവാസ് ഉദ്ദീസ് അതുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഷാനിബ് സാറെ ബന്ധപ്പെട്ട ആരോ ആണ് വാൾപേപ്പറിൽ കാണുന്നത്. ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടത് ഞാൻ അടുത്ത സ്പോട്ടിൽ പോവാം. ഉഷാറായി കൊണ്ടോ? പത്തനംതിട്ട സാധനം പായസോ എന്നാ കാട്ട് ക്ലാസ്. ഇതിനകത്ത് 10 എല്ലായിടത്തും 10 കഴിച്ചു. ഉണ്ടല്ലോ ഇതുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോ? എന്താണ് പേര്? പറയുമ്പോ ഇത് പൈസ ആണോ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ വെറൈറ്റി പരിപാടിയാണ്. ഒരു ചില്ലറ പൈസ കൊണ്ട് വരിക. ചില്ലറ എല്ലാവരും കുഴപ്പമില്ല. എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട്. ഈ തല മുതൽ ആ തല വരെ. പിന്നെ അവിടെ ഫുള്ളുണ്ട്. ഇതൊക്കെ അവിടെ വാങ്ങുമ്പോഴത്തേന് ഞാൻ എന്തായാലും 2000 കൊണ്ട് വരേണ്ടി വരും. അപ്പം എല്ലായിടത്തു നിന്നും വാങ്ങണില്ല, ചിലയിടത്തു നിന്നുള്ള വാങ്ങുന്നുണ്ട്. എത്ര എത്ര 5 5 കൊടുത്ത എല്ലാ സാധനവുമായി മാറ്റിട്ടുണ്ട്. 5 റുപ്യ വാങ്ങട്ടോ. അപ്പം കയ്യിൽ പിടിച്ച് നടക്കണ്ട. വാ ഇതെല്ലാം നമുക്ക് കാണാം. എല്ലാം പാടെ കഴിക്കുമ്പോഴൊക്കെ ഷുഗർ കൂടും. വേറെ പ്രശ്നമൊന്നുമില്ല. വെറൈറ്റി സാധനമാണ്. എന്താ സാധനം അടിപൊളിയാണ് അല്ലേ? മധുരമാണ്. ഒക്കെ മധുരമുള്ള സാധനങ്ങളാണ്. ഇത് അടുത്ത സാധനം നോക്കട്ടെ. ഇതിനെത്ര പൈസ? അപ്പോൾ 10. നമ്മൾ 10ന് മുകൾക്കൊന്നും അധികം പോകണില്ല. ചിലയിടത്തുള്ളൂ പോകുന്നത്. സുഖമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ ഈ ഭാഗത്ത്.
ഫ്രൂട്ട് സലാഡ് ഉണ്ടോ? ഐസ്ക്രീം ഉണ്ടോ? തണുപ്പുണ്ടോ? എത്ര വില? 10 രൂപ. ഡിസ്കൗണ്ട് ഉണ്ടോ? കുറക്കും. ആരും വാങ്ങണില്ലേ? പൈസ കുറക്കും. എന്നാ ഞാൻ പുറത്തേക്ക് വാങ്ങിയാൽ മതി. പുറത്തേക്ക് വാങ്ങിയാൽ മതി. ആരും മേടിച്ചിട്ടില്ലേ? വാങ്ങിയാൽ മതി. ഇല്ലല്ല, ഒന്നും കൊണ്ടുണ്ടാവും. എന്താ ഉള്ളത്? വേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇല എത്ര? വെറൈറ്റി സാധനങ്ങളാണ് അല്ലേ? ഓള് ക്യാഷർ ഓളഞ്ഞേന്, കച്ചവടക്കാർക്ക് ഓളഞ്ഞേന്, എല്ലാം ഓളാണ്. മാറിക്കൊടുക്കും, വെറുതെ ആൾക്കാർ വന്ന് കാണട്ടെ. ഇവിടെ ബോർഡൊക്കെ വെച്ച് നല്ല ആള് വരിക. വിളിച്ച് പറയാം, ആൾക്കാരെ വിളിച്ച് പറയും. അപ്പൊ മനസ്സിലാണ്. എന്താ പറയുക, എല്ലാം ടേസ്റ്റ് നോക്കണം. പക്ഷെ എല്ലായിടത്തും നമുക്ക് എത്തുമെന്ന് അറിയില്ല. ഇവര് ഫ്രീ ആയിട്ട് തരുമെന്ന് വെച്ച് നോക്കാൻ നമുക്ക് ടേസ്റ്റ് നോക്കാം. ബസ് കുറേ നമുക്കുണ്ട്, എല്ലാവർക്കും കൊടുക്കണേക്കാൾ കൂടുതലുണ്ട്. 10 ഇത് കഴിച്ചതുപോലെ ആദ്യം ഫുഡ് കഴിക്കണ്ടേ? എത്ര ഡിസ്കൗണ്ട് ഇല്ല? പെൻസിൽ ഫ്രീയാ? ഫ്രൂട്ട്സ് കാർഡ് എന്നാൽ ഒരു പെൻസിൽ ഫ്രീ ഇവിടെ എല്ലാവരും കൊണ്ട് വരും. കഴിക്കാൻ മധുരം കഴിക്കുന്നില്ല സത്യം, ഞാൻ മാത്രം. ഫാമിലി അങ്ങനെ കുഴപ്പമില്ല. ഇല്ലേ ഇതൊന്നും കുഴപ്പമില്ല. പൈനാപ്പിൾ ഇതൊക്കെ കൊടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് തിന്നാ വയ്ക്കണ്ടേ? എന്തേ ജെല്ല് മുട്ടായി മതിയോ? ഒന്നിന് 2 ആ 2 രൂപ കൊടുത്തിട്ട് പറ്റിച്ചാല് എന്നാ കറക്റ്റായില്ലേ? അവിടുത്തോ? നിറഞ്ഞോട്ടെ. സ്റ്റാളുകളൊന്നും കഴിയണില്ല, അത്രത്തോളം ഉണ്ട്. വലിയൊരു കവർ ഇട്ടുണ്ട് പോകണട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇനിയും പർച്ചേസ് ചെയ്യാൻ ബാക്കിയുണ്ട്. മക്രോണി കേക്ക് എത്ര? 5 രൂപ മക്രോണി കേക്ക് ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഓഫർ വരെയൊക്കെ കൊടുക്കണേ. 2 രൂപ ഏതെടുത്താലും 2 ഗൈസ്. ഒക്കെ എത്ര? 50 പൈസ. 5 രൂപക്ക് 10 രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ആരുടെയെങ്കിലും കയ്യിൽ ഉൾപ്പെടുന്നെങ്കിൽ എത്ര വായത്തണ്ടാണ്. 10 രൂപയുള്ള വായത്തണ്ടനെ കഴിച്ച് കൊണ്ടുപോയിട്ട് ഉപ്പേരി വെച്ച് തിന്നു. അടിപൊളിയാണ്. നിങ്ങൾ കച്ചവടക്കാർക്കും തിന്നാം. കച്ചവടക്കാരിങ്ങനെ ഇടയ്ക്ക് തിന്നണം, എന്നാലുള്ള പുറത്തത്തെ ആൾക്കാർ വാങ്ങിയ. നിങ്ങൾ തിന്നാലുള്ള ഞങ്ങൾക്ക് വാങ്ങാൻ തോന്നിയ സേമിയനത് ഇളനീർ പായസം. സേമിയ പായസം, ഇളനീർ പായസം എത്ര പൈസ? എത്ര? 10 രൂപ. 10 രൂപ ഇളനീർ പായസം. എല്ലാം ക്ഷീണിച്ചിരിക്കാണ്, കുഴങ്ങോണ്ടല്ലേ. ഇന്ന് ഒരു മാസം തന്നെ ക്ഷീണം മാറി.
ഒരു ഡോണറ്റ്സിന് കേട്ടോ. മധുര പുളിയാ രണ്ടുമുണ്ട്. പിന്നെ കസ്റ്റാർഡിൻ്റെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡല്ലേ ഇത്? എന്താണ് കസ്റ്റാർഡ് വെള്ളം? പേര് മാറ്റി ഞങ്ങൾ കസ്റ്റാർഡ് വെള്ളം. ഇത് എത്രടാ? 10 റുപ്യ. തിരക്കിലാണ്, ക്യാഷ് ഇടപാടിലാണ് ആള്. നമ്മൾ ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ്. ഉദ്ഘാടനം ചെയ്തോണ്ട് സാധനം മൊത്തം കഴിഞ്ഞോ? ബാക്കിയായോ? ചോറുണ്ട്, വറുക്കത്തുണ്ട് നമ്മളെ കത്തിന്. ഗൈസ് 5 രൂപൻ്റെ ഉണ്ണിയപ്പം നമ്മളെവിടെയും കച്ചവടത്തിൽ കാണാത്തൊരു ഐറ്റാണ്. 5 റുപ്യക്ക് 4 എണ്ണം അല്ലേ? ആദായ വിലയാണ്. നമ്മുടെ കച്ചവട ക്യാമ്പയിനിലൂടെ പകർത്തുന്ന ഖാദറും ജസിയ ആശി കേരളത്തിലെ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സാണ്. തേങ്ങ വെള്ളം കൊണ്ടുള്ള സുരക്ക വിനാഗിരി ഉണ്ടല്ലോ. ഈ സമൂസ ഹോം മെയ്ഡാണ്. ഹോം മെയ്ഡ് കച്ചവടം തീർന്നു കഴിഞ്ഞു. 12 പേര് 1.5 മണിക്കൂറിനുള്ളിൽ 12 പേര് അവരുടെ സ്റ്റാള് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അതൊരു ചരിത്രമല്ലേ? പറയാനില്ല. പേരിന് ചില്ലറുണ്ട് മറന്നു. ഇവിടെ അന്നൊരു ചില്ലറാക്കിയതാ. എല്ലാം കമോൺ. അല്ല അണക്കേതാ ഉണ്ട് അടുത്തോ? ഓരെണ്ണോ? ഇത് എത്രടാ? ഗൈസ് വാങ്ങിയിട്ടുണ്ട്. അവൻ്റെ പൈസ പെട്ടിയൊക്കെ ഉണ്ട്. പൈസ പെട്ടി നിറഞ്ഞില്ല, നിറഞ്ഞോളൂ കേട്ടോ. സംഭവം കേട്ടോ, സൂപ്പറായിട്ടുണ്ടാക്കിയതാ. നല്ല മനസ്സിലുണ്ട്. ടീച്ചർ ഉണ്ടാക്കിയത് ടീച്ചർ ഞാൻ പറ്റില്ല. കച്ചവടക്കാരുണ്ട്. എന്തുള്ളത് ബന്നും ചായയോ? സാധാ ബന്ന? അസ്കാ ബന്നുണ്ടല്ലേ? എത്ര രൂപ ഇറാനി ചായ അല്ലേ? രണ്ടും കൂടി 20 രൂപ. അപ്പൊ ഇവിടെ ലാഭം. അവിടെ 30 രൂപ. രണ്ടും കൂടി അവിടെ 30 രൂപ. ഇവിടെ ലാഭം 20 രൂപ. എന്നങ്ങനെ വാങ്ങി ഇതാട്ടാ. ചൂട് പപ്കോൺ എന്താ വില? 5 റുപ്യ. ഏതെടുത്താലും 5 റുപ്യ. എത്ര എങ്ങനെയാണ് ഒരു പാക്കറ്റ്? അങ്ങനെ 5 റുപ്യ. അപ്പൊ ഈ കൗണ്ടറിൽ ലാഭമാണ്. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ.
വെണ്ടയ്ക്ക ഉണ്ട്, കൂർക്കണത് ചേമ്പോ, ഇതെന്താ വെണ്ടയ്ക്ക? വെണ്ടയ്ക്ക എത്ര കിലോ? 20 രൂപ. ഇതിന് ചേമ്പിന് 20 വെണ്ടയ്ക്ക കിലോ കേട്ടോ. പക്ഷെ ഇവിടെ വന്നാൽ ലാഭം മേളയാണ് സംഭവം സത്യം പറഞ്ഞാൽ. പക്ഷെ എന്ന് വരണം അല്ലേ? ചക്ക നിങ്ങൾ പൊട്ടണം. അങ്ങനെ ഞെട്ടിക്കൽ നാരങ്ങ തോടത്തിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തരും, യൂട്യൂബറാണ്, ഫ്രീ ആയിട്ട് തരും. തരുമോ? ഫ്രീ ആയിട്ട് തരാൻ കേട്ടോ. 5 റുപ്യ ഫ്രീ ആയിട്ട് തരാം. 5 റുപ്യ ഫ്രീ ആയിട്ട് തരാം. ഫ്രീ ആയിട്ട് തരുമല്ലേ? കൊണ്ടു കേട്ടോ. സാധനം തീപ്പൊരി കേട്ടോ. ഇതാര മസാല 5 പറ്റില്ലല്ലോ. എനിക്കെന്തെങ്കിലും പറ്റുമോ? സൂപ്പർ, ഒന്നും ആവില്ല ഗൈസ്. സെക്കൻഡ് പൊളിയാണ്. ഞെട്ടിക്കൽ നാരങ്ങ സോഡ അവിടെ ഇതൊക്കെയാണ്. ഒരു 5 റുപ്യ എടുക്കും. 10 കൊടുത്തോ? പൈസ ഇല്ല, അതാ മേലെടുത്തിട്ടുണ്ട് ഗൈസ്. അധികം കുറച്ച് പൈസ തരണം. ഞാൻ പറഞ്ഞല്ലോ പൈസ വരണം, ചെറിയ കുട്ടികളാണെന്നല്ലോ. പക്ഷെ അവിടെ നമ്മൾ കൗണ്ടർ ഉണ്ട്, അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വലിയ നോട്ട് കൊടുത്താൽ ചേഞ്ച് ചെയ്ത് തരാം. അതിന് ഓൻ തരൂല. ഗൂഗിൾ പേ ഞാൻ എല്ലാവർക്കും മേടിക്കണ്ടേ? വേണ്ടേ? എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ വാങ്ങും. നേരത്തെ വീഡിയോ എടുത്ത് പോയത്, പക്ഷെ പുതിയ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബൺ മസ്ക് അതുപോലെ ഇതെന്ത് സാധനവും കേക്കാണിത്. ഇതെങ്ങനെ ഒരു ഇതിനെത്ര, ഒരു പാക്കിന് എത്ര കൊടുക്കുന്നത്? 20 റുപ്യക്ക് ഒന്ന്. ഇത്ര നല്ല ലാഭമുള്ള കച്ചവടങ്ങളാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 20 റുപ്യക്കൊന്നും കിട്ടില്ല. വളരെ വലിയ രീതിയിൽ ചെറിയ കുട്ടികൾ പോലും ഗൂഗിൾ പേ സ്കാനർ പോലും വെച്ചിട്ടാണ് നമ്മളെ കച്ചവടം തുടങ്ങിയിട്ടുള്ളത്. എന്താണ് അവിടെ ഒരു കച്ചവടക്കാരനാണല്ലോ ഭക്ഷിക്കേണ്ടത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ വെറൈറ്റി വേറൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താ കളർ കോഴിക്കുട്ടികൾ. എടാ, ഈ കളർ കോഴിക്കുട്ടിക്ക് എങ്ങനെ വില കൊടുക്കുന്നത് സാറേ? ആ, പച്ച നീല. ചിക്കൻ മധുഹത്തിന്റെ കണ്ടെയ്നറുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒറ്റ കുടക്കീഴിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളെ സ്കൂളിന്റെ മാനേജറാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ സുഹൃത്താണ് സിദ്ദീഖ് കാടപ്പടി. നമ്മളെ കൂടെ ഉംറക്കൊക്കെ വന്നിരുന്നു മൂപ്പരതാണ് ഈ സ്കൂള്. മൂപ്പര് 2 വാക്ക് നമുക്ക് വേണ്ടിയിട്ട് പറയും. കാരണം ഇതിന്റെ പരിപാടി എന്താ ഉഷാറായി. നമ്മളെ വിളിച്ചതിലധികം സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഇതിന് മെയിനായിട്ട് പറയേണ്ടത് രക്ഷിതാക്കളുടെ ഇടപെടലാണ്. കാരണം ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ ഓരോ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുള്ളത്. രക്ഷിതാക്കള് വളരെയധികം നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ചെറിയ മക്കളാണെങ്കിലും നമുക്കിപ്പോൾ എല്ലായിടത്തുനിന്നും വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും നല്ല ഫുഡായിരുന്നു. അതുപോലെ നല്ല അവതരണമാണ്. അതുപോലെ നല്ല പരിപാടിയാണ്. ഇനിയും അടുത്ത പ്രാവശ്യത്തിലേറെ അടിപൊളിയാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനിയും നമ്മളെ ഗസ്റ്റായിട്ട് തന്നെ വിളിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല സന്തോഷം. നമ്മൾ ഈ ഒരു പരിപാടിയോട് 4 വർഷത്തോളായി സ്കൂളിൽ എല്ലാ വർഷവും നടന്നു വരാറുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം നമ്മളെ കുട്ടികള് അതായത് നമ്മളെ കുട്ടികളെ ഇവിടെ കുട്ടികളെ എല്ലാ രീതിയിലും വളർത്തിയെടുക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതായത് പഠനത്തിൽ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികളുണ്ടാവും. പല മത്സര പരീക്ഷകൾ നമ്മളിവിടെ നടത്താറുണ്ട്. SSC, PSC, UPSC പോലത്തെ ജോലിക്ക് ആവശ്യമായ
GK ക്ലബ്ബ് ഇതെല്ലാം നമ്മൾ ഉണ്ടെങ്കിലും നമ്മളെ കുട്ടികളെ ബിസിനസ് മൈൻഡിലേക്ക് കൂടി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കുട്ടികൾക്ക് കച്ചവടത്തിന്റെ ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്ത് കച്ചവടത്തിന്റെ ഒരു ഐഡിയാസ് കുട്ടികളിൽ അതിൻ്റെ ഒരു അനുഭവം കൂടി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെറിയ കുട്ടികളിൽ ഈ ഒരു കുട്ടിച്ചന്ത എന്നുള്ള ഒരു പേരിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ആടാണ്. അതെ, ഇത് നല്ല നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഉഷാറായി. അപ്പൊ ഇനി ഇൻഷാല്ലാ അടുത്ത കാണാം. ഉഷാറായി. അപ്പൊ അസ്സലാമു അലൈക്കും.